ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ജോൺ ലോക്കിനെ കുറിച്ചാണ്. വെസ്റ്റേൺ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ ഒരു പ്രധാനപ്പെട്ട തിങ്കറാണ് ആര്? ജോൺ ലോക്ക് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സോഷ്യൽ കോൺട്രാക്ട് തിങ്കറും കൂടിയാണ്. സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ളത് ഹോബ്സ് ആയിരുന്നു എന്ത് ചെയ്ത് ആ ഒരു കോൺട്രാക്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു തിങ്കറും കൂടിയാണ് ആര്? ജോൺ ലോക്ക് എന്നുള്ളത്. അപ്പം ഹോബ്സും ലോക്കും അതേപോലെ തന്നെ റൂസോയും സോഷ്യൽ കോൺട്രാക്ട് തിയറി മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇവർ തമ്മിൽ എന്തുണ്ട്? നല്ല ഡിഫറൻസ് തന്നെ ഉണ്ട് ഈ ഒരു തിയറി രൂപപ്പെടുത്തിയതിൽ. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും ഹോബ്സിന് എതിരായിട്ടാണ് ലോക്ക് വരുന്നത്, അതേപോലെ തന്നെ ലോക്കിനെതിരായിട്ടാണ് റൂസോ വരുന്നത്. ഒരുപാട് സാമ്യതകളും ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ ജോൺ ലോക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ലോക്കിനെ കുറിച്ച് ബേസിക്കലി പറയാനുള്ളത്, ഹോബ്സിനെ പോലെ തന്നെ ഇംഗ്ലണ്ടിൽ ജനിച്ചിട്ടുള്ള ഒരു തിങ്കറാണ് ആര്? ലോക്ക് എന്നുള്ളത്. അതേപോലെ തന്നെ ഫാദർ ഓഫ് ലിബറലിസം. ലിബറലിസം എന്നുള്ള ഐഡിയോളജിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് ജോൺ ലോക്കാണ്. ഇങ്ങനെ ഈ ജോൺ ലോക്കിനെ ഈ ഒരു ഫാദർ ഓഫ് ലിബറലിസം എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, ഈ ലിബറലിസം എന്നുള്ള ഐഡിയോളജി രൂപപ്പെടുന്നത് ഈ ലോക്ക് മുതലാണ്. അഥവാ ഈ ഒരു ഹോബ്സ് മുതലുണ്ടെങ്കിൽ പോലും ആ ഒരു ഐഡിയോളജി ആയിട്ട് രൂപപ്പെടുന്നത് ഈ ലോക്ക് മുതലും പിന്നെ അതിന്റെ ഒരു പീക്കിൽ എത്തുന്നത് 18-19 നൂറ്റാണ്ടിലാണ്. ലോക്ക് ജീവിച്ചത് ഒരു 17 നൂറ്റാണ്ടിലാണ്. അതിൽ നിന്ന് കഴിഞ്ഞിട്ട് 18-19 നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലിബറലിസം എന്നുള്ള ഐഡിയോളജി എന്ത് ചെയ്യുന്നത്? അതിന്റെ ഒരു പീക്കിൽ എത്തുന്നത്. മറ്റു ഐഡിയോളജികളൊക്കെ മറികടന്നിട്ട് ആ യൂറോപ്പിലെ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നത്? പ്രചാരത്തിൽ വരുന്നത് ഈ ഒരു 18-19 നൂറ്റാണ്ടിലാണ്. പക്ഷെ ഈ ഒരു ഐഡിയോളജിന്റെ രൂപപ്പെടല് തുടങ്ങുന്നത് എവിടുന്നാണ്? ഈ ഒരു ലോക്കിന്റെ തിയറീസ് നിന്നും ലോക്കിന്റെ ഒരു കോൺസെപ്റ്റ് നിന്നാണ്. ഇപ്പൊ ലോക്ക് കൊണ്ടുവരുന്ന മിനിമൽ സ്റ്റേറ്റ്, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള തോട്ട്സ്, ഇതൊക്കെ വരുന്നത് ലോക്കിൽ നിന്നാണ്. ഇതിന്റെ ഒരു ബേസിലാണ് എന്താണ് ലിബറലിസം വരുന്നതും അതേപോലെ തന്നെ ക്യാപിറ്റലിസം വരുന്നതൊക്കെ ഈ ഒരു ലോക്കിന്റെ തിയറീസ് നിന്നാണ്. അതുകൊണ്ടാണ് ഈ ഒരു ലിബറലിസത്തിന്റെ ഫാദർ എന്നുള്ളത് ലോക്കിനെ പറയപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈസ് ദ വൺ ഓഫ് ദ ചീഫ് എക്സ്പോണന്റ് ഓഫ് ദ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്നുള്ളത്. നമ്മൾ പറഞ്ഞ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്നുള്ളത് രൂപപ്പെട്ടത് ഹോബ്സ് മുതലാണ്. അതിനുശേഷം ലോക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഹോബ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്ത്? സ്റ്റേറ്റ് എന്നുള്ളത് എന്താണ്? ഒരു മാൻമെയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലാതെ നാച്ചുറലി രൂപപ്പെട്ട ഒന്നല്ല സ്റ്റേറ്റ്, അല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കിയ ഒരു ക്രിയേച്ചർ ഒന്നുമല്ല സ്റ്റേറ്റ് എന്നുള്ളത്. സ്റ്റേറ്റ് എന്നുള്ളത് മാന് കോൺഷ്യസ്ലി ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ത്? സ്റ്റേറ്റ് എന്നുള്ളതാണെന്ത്? ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്നുള്ളത്. അപ്പം അതേപോലത്തെ ഒരു തിയറി രൂപീകരിച്ച്, അഥവാ സ്റ്റേറ്റ് എന്നുള്ളത് ഒരു മാൻമെയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള തിയറി രൂപപ്പെടുത്തിയതും ആരാണ്? ലോക്കാണ്. ഹോബ്സും രൂപപ്പെടുത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ ലോക്കും രൂപപ്പെടുത്തിയിട്ടുണ്ട്, റൂസോയും രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറിസ്റ്റും കൂടിയാണ് ആര്? ലോക്ക് എന്നുള്ളത്. ലോക്കിന്റെ സോഷ്യൽ കോൺട്രാക്ട് തിയറി നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യണമായിരിക്കും കേട്ടോ. പിന്നെ ഈസ് ആൾസോ ക്രെഡിറ്റഡ് ആസ് ദ ഫാദർ ഓഫ് എൻലൈറ്റ്മെന്റ് എന്നുള്ളത്. എൻലൈറ്റ്മെന്റിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നുണ്ട്. ലിബറലിസത്തിന്റെ ഫാദർ ആണ്, അതേപോലെ തന്നെ എൻലൈറ്റ്മെന്റിന്റെ ഫാദറും ആണ്. എൻലൈറ്റ്മെന്റ് എന്നുള്ള നമുക്കറിയാം, നമ്മൾ ഓൾറെഡി മാക്കവെല്ലിനെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് 14 നൂറ്റാണ്ട് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? യൂറോപ്പിലൊരു റിനൈൻസൻസ് രൂപപ്പെടുന്നത്. റിനൈൻസൻസ്, റിഫോർമേഷൻ അഥവാ ഫ്യൂഡൽ സിസ്റ്റത്തിനൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി ഒരു പീപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഭരണവും കാര്യങ്ങളൊക്കെ വേണം. അതേപോലെ തന്നെ റിലീജിയൻ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് നിന്ന് മാറ്റി നിർത്തണം. പൊളിറ്റിക്സ് എന്നുള്ളത് സെപ്പറേറ്റ് ആണ്, റിലീജിയൻ എന്നുള്ളത് സെപ്പറേറ്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് എന്ത് ചെയ്യരുത്? റിലീജിയൻ എന്ത് ചെയ്യരുത്? സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഇടപെടരുത്, ചർച്ച് സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് വരുന്നത്, റിനൈൻസൻസ് മൂവ്മെന്റ് വരുന്നത് 14 നൂറ്റാണ്ടിലാണ്. അങ്ങനെ ആ ഒരു റിനൈൻസൻസിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് എന്ത്? ഈ എൻലൈറ്റ്മെന്റ് എന്നുള്ളത്. ഈ റിനൈൻസൻസ് ആണെങ്കിലും അതേപോലെ തന്നെ ഈ എൻലൈറ്റ്മെന്റ് ആണെങ്കിലും ഇതൊക്കെ യൂറോപ്പിൽ നടന്നിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അപ്പൊ ഈ എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 17 നൂറ്റാണ്ടാണ്. ആ സമയത്ത് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് സയൻസ്, അതേപോലെ തന്നെ ലോജിക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ്. ഇതിന്റെ ബേസിലാണ് അവരെന്ത് ചെയ്തിരുന്നത്? എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. റീസൺ എന്ത് ചെയ്ത് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട്, ദ ഏജ് ഓഫ് റീസൺ എന്നാണ് നമ്മൾ ഈ എൻലൈറ്റ്മെന്റ് പീരീഡിനൊക്കെ പറയുന്നത്. റിനൈൻസൻസിന്റെ പീരീഡിൽ തന്നെ എന്തുണ്ട്? ഇവരില് റീസണും കാര്യങ്ങളും അതേപോലെ തന്നെ ഹ്യൂമാനിറ്റി
കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടൊക്കെ റിനൈസൻസിന്റെ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ട് കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ടും കുറച്ചും കൂടി എന്താണ് അവര് റീസൺ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ എൻലൈറ്റ്മെന്റ്. ഈ എൻലൈറ്റ്മെന്റിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഈ ജോൺ ലോക്ക് എന്നുള്ളതാണ് കേട്ടോ. അതും ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ. He sought to justify the glorious revolution of 1688 എന്നുള്ളത്. 1688 ഇംഗ്ലണ്ട് നടന്നതാണ് എന്ത് ഈ ഗ്ലോറിയസ് റവല്യൂഷൻ എന്നുള്ളത്. ഗ്ലോറിയസ് എന്നുള്ളത് ഉദ്ദേശിക്കാൻ കാരണം വെച്ചാൽ ഹ്യൂമന്റെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള രൂപത്തിലൂടെ ഈ അധികാര കൈമാറ്റം നടന്നതുകൊണ്ട്, അഥവാ ഈ റവല്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാല് ആ കാലഘട്ടത്തിൽ അന്ന് ഇംഗ്ലണ്ടിൽ ഭരിച്ചിരുന്നത് കിങ് ആയിരുന്നു, റോയൽ ഫാമിലി ആയിരുന്നു എന്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത്. അതിൽ നിന്നും ഒരു പാർലമെന്ററി ഭരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്തത് എന്താണ്? വിത്തൗട്ട് ബ്ലഡ് അഥവാ രക്തം ചിന്തിയിട്ടല്ല. സാധാരണ റവല്യൂഷൻ ഒക്കെ നടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവില്ലേ? കലാപങ്ങളും അതേപോലെ തന്നെ ഒരുപാട് അക്രമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു വിട്ടിട്ടാണ് സാധാരണ റവല്യൂഷൻ നടക്കല്. പക്ഷെ ഈ ഒരു ഗ്ലോറിയസ് റവല്യൂഷന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ആ സമയത്ത് എന്തുണ്ടായിട്ടില്ല, ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ഇല്ല. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ റോയൽ ഫാമിലി എന്ത് ചെയ്തു? പാർലമെന്റിന് എന്ത് ചെയ്തു? അധികാരം കൈമാറിയതാണ് എന്ത് ഈ ഗ്ലോറിയസ് റവല്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യണത്? ബ്രിട്ടനിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി ഉണ്ടല്ലോ, അത് നടന്നത് ഈ ഒരു ഗ്ലോറിയസ് റവല്യൂഷനിലൂടെയാണ്. ആ സമയത്ത് ഈ ഗ്ലോറിയസ് റവല്യൂഷനിലൂടെ എന്ത് ചെയ്ത് കിങ്ങിന്റെ ഭരണം നേരെ പാർലമെന്റിന് പോയി. ഇപ്പൊ നമുക്കറിയാം എന്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്, അഥവാ കിങ് ഉണ്ടെങ്കിൽ പോലും കിങ് എന്താണ്? നോമിനൽ ആണ്. അധികാരം ആർക്കാണ്? സോവറിൻ ആരാണ്? അത് പാർലമെന്റ് ആണ് ഇന്നും ഇംഗ്ലണ്ടില്. അപ്പം അത് ഈ ഒരു 1688 എന്താണ് ഈ ഒരു ഗ്ലോറിയസ് റവല്യൂഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഗ്ലോറിയസ് റവല്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ലോക്ക് പറയുന്നത്? മനുഷ്യൻ എന്താണ് റീസണിന്റെ ബേസിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. മനുഷ്യന് നാച്ചുറലി റീസൺ ഉണ്ട് എന്നുള്ളത്. ഇത് പറയാൻ കാരണം വെച്ചാല് ഹോബ്സ് മുന്നോട്ട് വെച്ചത് എന്താണ്? മനുഷ്യൻ എന്താണ് നാച്ചുറലി എന്താണ് അതൊരു സെൽഫിഷ് ആണ്, അതേപോലെ തന്നെ ഈഗോയിസ്റ്റിക് ആണ്. മനുഷ്യന്റെ നാച്ചർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഹ്യൂമൻ നാച്ചറിന് ഒരു പെസിമിസ്റ്റിക് വ്യൂയിലൂടെയാണ് ആര് കണ്ടത്? ഹോബ്സ് കണ്ടത്. പക്ഷെ റൂസോ കാണുന്നത് കറക്റ്റ് ഒരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂയിലൂടെയാണ്. മനുഷ്യൻ എന്താണ് റീസൺ ഉണ്ട്, അതുകൊണ്ട് തെറ്റും ശരിയും മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയും. നമ്മൾ പരസ്പരം യുദ്ധം ചെയ്താൽ അത് നമ്മളെ ജീവൻ തന്നെയാണ് ഭീഷണി എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള ബോധവും അതേപോലെ തന്നെ റീസൺ ഒക്കെ ആർക്കുണ്ട്? മനുഷ്യർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് എന്താണ് ഈ ഗ്ലോറിയസ് റവല്യൂഷൻ അന്ന് നടന്നത് എന്നുള്ളത്. ഹോബ്സ് പറയാൻ കാരണം ആ സിവിൽ വാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷെ ലോക്ക് പറയാൻ കാരണം, അഥവാ മനുഷ്യന് റീസണും ടോളറൻസിന്റെ ബേസിലാണ് മനുഷ്യന്റെ നാച്ചർ എന്നുള്ളത് പറയാൻ കാരണം ഈ ഒരു ഗ്ലോറിയസ് റവല്യൂഷന്റെ ഇൻസിഡന്റും കൂടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം. ആൻ അബ്സല്യൂട്ട് മൊണാർക്കി ഇൻ ഇംഗ്ലണ്ട് വാസ് റീപ്ലേസ്ഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്നുള്ളത് നമ്മളിപ്പോ ഈ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ഹ്യൂമൻ നാച്ചർ. ഹ്യൂമൻ നാച്ചർ എന്നുള്ള എന്താണ്? ഒരു സെൽഫിഷ് എന്നല്ല, ഒരു ഈഗോയിസ്റ്റിക്കോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല ഹ്യൂമന്റെ നാച്ചർ എന്നുള്ളത്. ഹ്യൂമൻ നാച്ചർ എന്നുള്ളത് കറക്റ്റ് എന്താണ്? അത് റീസന്റെയും ടോളറൻസിന്റെയും ബേസിലാണ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിലാണ് എന്നുള്ളതാണ് ആര് പറയണത്. അതുകൊണ്ട് തന്നെ ഒരു പെസിമിസ്റ്റിക് വ്യൂയിലൂടെയാണ് ആര് കണ്ടത്? ജോൺ ലോക്ക് കണ്ടത് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോ പ്രധാനപ്പെട്ട ബുക്കും അതിന്റെ കണ്ടന്റും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ബുക്കാണ് ലെറ്റർ കൺസേണിങ് ടോളറേഷൻ എന്നുള്ളത്. അതിൽ ഡിസ്കസ് ചെയ്യണമെന്ന് വെച്ചാൽ ടോളറൻസിനെ കുറിച്ചും അതേപോലെ തന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചുമാണ്. അഥവാ ഡൈവേഴ്സിറ്റിനെ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ് ലോക്ക് പറയുന്നത്. യൂണിഫോം ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിറ്റിയിലുള്ള ഒരു യൂണിറ്റി എന്നുള്ളതാണ് ആ ഒരു ബുക്കിൽ ലോക്ക് മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമത്തെ ബുക്കാണ് എന്ത്? ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് എന്നുള്ളത് പ്രധാനപ്പെട്ട ബുക്കാണ്. ലോക്കിന്റെ കംപ്ലീറ്റ് ഏകദേശം എല്ലാ തിയറീസും കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് എന്നുള്ളതാണ്. അതിന്റെ ഇയറും ഒന്ന് നോട്ട് ചെയ്യാം, 1689 എന്നുള്ളതാണ്. അപ്പം അത് ടു ട്രീറ്റീസ്, രണ്ട് ട്രീറ്റീസ് ആണ്. അതിലെ ഫസ്റ്റ് ട്രീറ്റി എന്നുള്ളത് റോബർട്ട് ഫിലിമറിന്റെ പാട്രിയാർക്ക എന്നുള്ള ആ ഒരു സിസ്റ്റത്തിനെതിരായിട്ടുള്ള അതാണ് അതിൽ പറയുന്നത്. ഫസ്റ്റ് ട്രീറ്റിയിൽ ഈ റോബർട്ട് ഫിലിമറിന്റെ പാട്രിയാർക്ക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്നുള്ള
എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് ട്രീറ്റിയിൽ എന്താണ് ഈ റോബർട്ട് ഫിലിപ്പിന്റെ പാട്രിയാർക്ക എന്നുള്ള സിസ്റ്റത്തിനെയാണ് എന്താണ് അതിൽ കൃത്യമായിട്ട് ക്രിട്ടിക് ചെയ്യുന്നത്. രണ്ടാമത്തെ ട്രീറ്റിലാണ് ബാക്കി കോൺസെപ്റ്റുകളൊക്കെ, ഇപ്പം സോഷ്യൽ കോൺട്രാക്ട് ആണെങ്കിലും അതേപോലെ തന്നെ പ്രോപ്പർട്ടി തിയറി ഓഫ് പ്രോപ്പർട്ടി ആണെങ്കിലും ഫിഡ്യൂഷ്യറി ട്രസ്റ്റ് ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിലാണ്, സെക്കൻഡ് ട്രീറ്റിയിലാണ് കേട്ടോ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ബുക്കാണ് ആൻ എസ്സേ കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളത്. ഇതിൽ പറയണത് വെച്ചാൽ മനുഷ്യരിൽ എങ്ങനെയാണ് നോളജ് രൂപപ്പെടുന്നത് എന്നുള്ളത്. ലോക്കിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് മനുഷ്യന്റെ മൈൻഡ് എന്നുള്ളത് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്, ഒന്നും പ്രീ നോളജ് ആയിട്ടില്ല, കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. ആ ബ്ലാങ്ക് ആയ ഇതിനാണ് എന്താണ് കോൺസെപ്റ്റ് ഓഫ് ടാബുലാ റാസ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടാബുലാ റാസ എന്ന് അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ബ്ലാങ്ക് സ്റ്റേറ്റ്, കംപ്ലീറ്റ്ലി എന്താണ് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് മനുഷ്യൻ ജനിക്കുന്നത്. പിന്നെ പിന്നെ മനുഷ്യർ ലേൺ ചെയ്യണ എന്തും നോളജ് ആയിട്ട് ലേൺ ചെയ്യണത് എന്തും എന്താണ്, എല്ലതും എന്താണ്, അത് എക്സ്പീരിയൻസിലൂടെ നേടുന്നതാണ് ആര് പറയുന്നത്, ലോക്ക് പറയുന്നത്. ഓക്കെ, ഈ നമ്മൾ എന്ത് നേടുന്നെങ്കിലും അത് നമ്മൾ എക്സ്പീരിയൻസിന്റെ ബേസിലാണെന്നുള്ളത്. അപ്പം ജനിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി എല്ലാവരും എന്താണ് ബ്ലാങ്ക് ആയിട്ടാണ്. പിന്നെ ഓരോന്ന് നമ്മൾ പഠിക്കുന്നതൊക്കെ എന്താണ് എക്സ്പീരിയൻസിന്റെ ബേസിലാണെന്നുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മറ്റേ നമ്മളെ വൂൾക്രാഫ്റ്റിന്റെ തിയറി ഒക്കെ വരുന്നത്. വുമൺസിന്റെ അതിൽ ഈ ഒരു ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അഥവാ വുമണും അതേപോലെ തന്നെ മെന്നും എന്താണ് സെയിം ആണ്. കാരണം ജനിക്കുന്ന സമയത്ത് എല്ലാവരും എന്താണ് സെയിം ആണ്. പിന്നെ സൊസൈറ്റി ആണ് എന്ത് ചെയ്യണത്, ഇങ്ങനെ ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യണതും പ്രത്യേക റോളാള് അസൈൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഈ ഒരു തിയറിന്റെ ഒക്കെ ബേസിലാണ് വൂൾക്രാഫ്റ്റ് എന്ത് ചെയ്യണത് പറയണത്. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് നമ്മൾ പറഞ്ഞത് ബ്ലാങ്ക് ആയിട്ട് ജനിക്കണമെന്നുണ്ടെങ്കിലും എല്ലാം ഏൺ ചെയ്യണത് അല്ലെങ്കിൽ എല്ലാ നോളജും രൂപപ്പെടുന്നത് എക്സ്പീരിയൻസിലൂടെയാണ്. അപ്പൊ ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, എങ്ങനെയാണ് ലോക്കിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നോളജ് രൂപപ്പെടുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അന്ന് അതിൽ വന്നിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താണ് റീസൺ ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതില് റീസൺ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഇതുവരെ ഡിസ്കസ് ചെയ്ത് നമുക്കറിയാം റീസൺ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആരെ സംബന്ധിച്ചിടത്തോളം, ലോക്കിനെ സംബന്ധിച്ചിടത്തോളം. കാരണം റീസൺ എന്നുള്ളത് ഹ്യൂമന്റെ നാച്ചുറലി ഉള്ള ഒരു സംഭവമാണ്. അതിന്റെ ബേസിലാണ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ബാക്കി വരുന്ന തിയറീസ്, സോഷ്യൽ കോൺട്രാക്ട് ആണെങ്കിലും എല്ലാ തിയറീസും രൂപപ്പെടുത്തുന്നത് എന്താണ്, ഹ്യൂമൻ നേച്ചർ ബേസിക്കലി എന്താണ് ഒരു റീസന്റെ ബേസിലാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അതിൽ ഓപ്ഷനിൽ റീസൺ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, റീസൺ ചൂസ് ചെയ്യരുത്. കാരണം ലോക്കിനെ സംബന്ധിച്ചിടത്തോളം നോളജ് രൂപപ്പെടുന്നത് എങ്ങനെയാണ്, അത് എക്സ്പീരിയൻസിലൂടെയാണ്. നമ്മൾ തൊട്ടും അറിഞ്ഞും നമ്മൾ മനസ്സിലാക്കിയിട്ടും നമ്മുടെ സെൻസറി എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ നോളജ് രൂപപ്പെടുത്തുന്നത് എന്നുള്ളത്. ഓക്കെ, അതാണ് ആൻ എസ്സേ കൺസേണിങ് ഹ്യൂമൻ നേച്ചർ എന്നുള്ള ബുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓഫ് ദ കണ്ടക്ട് ഓഫ് ദ അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളത്. അതിൽ പറഞ്ഞത് എങ്ങനെ നമ്മൾ റാഷണലി അതേപോലെ തന്നെ ക്ലിയർലി തിങ്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഓഫ് ദ കണ്ടക്ട് ഓഫ് ദ അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പ്രധാനപ്പെട്ട ബുക്കിലെ കണ്ടന്റുകളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാത്തെയും ബുക്കുകളുണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഒന്ന് ആൻ എസ്സേ ഓൺ ദ ലോ ഓഫ് നേച്ചർ എന്നുള്ളത്, അതേപോലെ തന്നെ എ ലെറ്റർ കൺസേണിംഗ് ടോളറേഷൻ നമ്മൾ പറഞ്ഞതാണ്. 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്, ആൻ എസ്സേ കൺസേണിംഗ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ്, സം തോട്ട്സ് കൺസേണിംഗ് എഡ്യൂക്കേഷൻ, ദ റീസണബിൾനെസ് ഓഫ് ദ ക്രിസ്ത്യാനിറ്റി എന്നുള്ളത്. ഇതിൽ പറയാനുള്ളത് വെച്ചാല് ലോക്ക് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, റിലീജിയനെ എതിർത്തിട്ടില്ല. ലോക്ക് എന്നുള്ളത് ഒരു റിലീജിയസ് പേഴ്സൺ തന്നെയായിരുന്നു. പക്ഷെ ലോക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റിനെയും ക്രിസ്ത്യൻ ചർച്ചിനെയും അഥവാ മതത്തിനെയും അതേപോലെ തന്നെ സ്റ്റേറ്റിനെയും കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലോക്ക് പറഞ്ഞിട്ടുണ്ട് എന്ത്, സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത്, ചർച്ച് ആണെങ്കിലും അതേപോലെ തന്നെ റിലീജിയൻ എന്ത് ചെയ്യരുത്, സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ റിലീജിയസ് പേഴ്സൺ കൂടി ആയിരുന്നു ആര്, ക്രിസ്ത്യൻ പേഴ്സൺ കൂടി ആയിരുന്നു ലോക്ക് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യട്ടോ. പിന്നെ നെക്സ്റ്റ് ബുക്കാണ് ഓഫ് ദ കണ്ടക്ട് ഓഫ് ദ അണ്ടർസ്റ്റാൻഡിംഗ് എ സിസ്റ്റം ഓഫ് തിയോളജി എന്നുള്ളത്. ബുക്ക് ഒന്ന് നോക്കുക, അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ഒന്ന് നോക്കുക കേട്ടോ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഓരോ കോൺസെപ്റ്റും നമ്മൾ പറഞ്ഞതിനെ ഇക്കാരം അത് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാണ്. ഓക്കെ, ഫസ്റ്റ് ഹ്യൂമൻ നേച്ചർ എന്നുള്ളത്. ഫസ്റ്റ് ഹ്യൂമന്റെ നേച്ചറിനെയാണ് എന്ത് ചെയ്യണത് നമ്മൾ പറയുന്നത്. ഇത് പറയാൻ കാരണം വെച്ചാൽ ഈ ഹ്യൂമൻ നേച്ചർ എങ്ങനെയാണോ അതിന്റെ ബേസിലാണ് പിന്നെ എങ്ങനെയാണ് സ്റ്റേറ്റ് രൂപപ്പെട്ടത്, സൊസൈറ്റി രൂപപ്പെട്ടത് എന്നൊക്കെ വരുന്നത് ഹ്യൂമന്റെ നേച്ചറാണ്. കാരണം ആ നേച്ചറിൽ നിന്നാണല്ലോ ഒരു സാധനം ഇവോൾവ് ചെയ്ത് വരിക. അപ്പം എന്താണ് ഹ്യൂമൻ നേച്ചർ എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ്ലി മനസ്സിലാക്കേണ്ടത് ലോക്ക് കണ്ടത് ഒരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂവിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ് ഹോബ്സ് എന്നുള്ളത് ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറിസ്റ്റ് ആണ്. അതേപോലെ തന്നെ ലോക്ക് എന്നുള്ളതും ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറിസ്റ്റ് ആണ്. പക്ഷെ ഹോബ്സ് എങ്ങനെയാണ് കണ്ടത്, പെസിമിസ്റ്റിക് വ്യൂയിലൂടെയാണ്. കാരണം ഹോബ്സിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ നേച്ചർ എന്നുള്ളത് എന്താണ്, അത് സെൽഫിഷ് ആണ്, അതേപോലെ തന്നെ എന്താണ് ഈഗോയിസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ പെർപ്പച്വൽ സ്ട്രഗിൾ ആണ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ടായിരിക്കും
മനുഷ്യരുണ്ടാവുക എന്നുള്ളത്, സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. എന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അത് നിറവേറ്റാനായിക്കാരം എല്ലാവരും ശ്രമിക്കുക എന്നുള്ളത്. മറ്റുള്ള കൺസിഡർ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാവില്ല എന്നുള്ള നിലക്കാണ് ഹോബ്സ് പറഞ്ഞത്. പക്ഷേ ലോക്കിലേക്ക് നമുക്ക് വരുമ്പോൾ ലോക്ക് കൃത്യമായിട്ട് അതിനെ എതിർത്തിട്ടാണ് പറയുന്നത്. ഒരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂയിലൂടെയാണ് പറഞ്ഞത്. മനുഷ്യന് എന്തുണ്ട്, റീസൺ ഉണ്ട്, അതേപോലെ തന്നെ ടോളറൻസ് ഇൻബിൽട്ട് ആയിട്ടുണ്ട്. മനുഷ്യന് ഇൻട്രൻസിക്കലി എന്തുണ്ട്, റാഷണൽ ഉണ്ട്, അതേപോലെ തന്നെ ടോളറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഒരാളെ കൊല്ലാൻ പോകുമ്പോൾ എനിക്കറിയാം എന്ത്, ഞാൻ അയാളെ കൊന്നാൽ എന്താവും, അയാളെ റിലേറ്റീവോ ആരെങ്കിലും ഒക്കെ എന്നെ കൊല്ലാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ കൊല്ലുന്നത് ശരിയല്ല എന്നുള്ളതിലേക്ക് കൃത്യമായിട്ട് റീസൺ യൂസ് ചെയ്യാനുള്ള എന്തുണ്ട്, നാച്ചുറലി അതിനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്, മനുഷ്യനുണ്ട് എന്നുള്ള നിലക്കാണ് ഒപ്റ്റിമിസ്റ്റിക് വ്യൂ വരുന്നത്. ആർക്ക്, ലോക്കിന് വരുന്നത്. ഓക്കെ, ഹ്യൂമൻ ഹാസ് എ റീസൺ ടു കൺട്രോൾ ഹിസ് പാഷൻസ്. മനുഷ്യന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് റീസണിന്റെ ബേസിൽ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാവിധ കഴിവുമാർക്കും മനുഷ്യനുണ്ട് എന്നുള്ളതാണ് ലോക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലോക്ക് ഈസ് മച്ച് മോർ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ഹ്യൂമൻ കൈൻഡ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നുള്ളത് അത് നമ്മൾ പറയും. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഹ്യൂമൻ നാച്ചർ എന്നുള്ളത് എന്താണ്, ഒരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂയിലൂടെയാണ് ലോക്ക് കണ്ടിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നുള്ളത്. ഈ സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഹോബ്സിന്റെ പറഞ്ഞാണ്, എന്നാലും ഒന്നുകൂടി പറയാം. സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് രൂപപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നുള്ളത് പറയുന്നത്. സ്റ്റേറ്റ് രൂപപ്പെടുന്നത് പറയുമ്പോൾ ആ സമയത്ത് ലോ ഉണ്ടാവില്ല, നമ്മളെ നിയന്ത്രിക്കാൻ ഒരു അതോറിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ജീവിക്കണം എന്താണ്, നമുക്കൊരു സ്റ്റേറ്റ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ എന്നുള്ള സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്റ്റേറ്റിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റ് ഒന്നും ഇല്ലാത്തൊരു അവസ്ഥ, നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല, നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് എന്ത്, സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നുള്ളത്. ഈ ഒരു സ്റ്റേറ്റ് ഓഫ് നാച്ചർ പറയാൻ കാരണം ഈ ഒരു സ്റ്റേറ്റ് എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ എന്താവണം, ഈ സ്റ്റേറ്റ് ഓഫ് നാച്ചർ അറിയണമല്ലോ. കാരണം ഈ സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നാണ് പിന്നെ സ്റ്റേറ്റ് രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ആര് മുന്നോട്ട് വെക്കുന്നത്, ലോക്ക് മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം ലോക്ക് ഈ കോൺസെപ്റ്റ് ഒക്കെ പറയുമ്പോൾ, ഇപ്പൊ സോഷ്യൽ കോൺട്രാക്ട് തിയറി ലോക്ക് പറയുമ്പോഴും ലോക്ക് ആ സമയത്ത് സ്റ്റേറ്റ് ഉണ്ട്, ഇപ്പൊ ഇംഗ്ലണ്ട് എന്നുള്ള സ്റ്റേറ്റ് ഉണ്ട്. ഹോബ്സ് പറയുമ്പോഴും ഓലൊക്കെ സ്റ്റേറ്റിൽ നിന്നിട്ട് തന്നെയാണ് ഈ ഒരു തിയറി രൂപപ്പെടുത്തുന്നത്. അവരുടെ റീസണും അവരുടെ ലോജിക്കൊക്കെ വെച്ചിട്ട് അവർ പറയണത് സ്റ്റേറ്റ് ഇങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ടത് എന്നുള്ളത് പറയാണ്. അങ്ങനെ അവർ ഫസ്റ്റ് യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് ഈ സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നുള്ളത്. അപ്പൊ ഈ ലോയും അതേപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി ഒന്നും ഇല്ലാത്ത സമയത്ത് മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളതാണ് ഹോബ്സ് പറയാൻ പോകുന്നത്. ഓക്കെ, ലോക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, ലോക്ക് സ്റ്റേറ്റ് ഓഫ് നാച്ചർ ഈ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫ്രീഡം ആൻഡ് ഈക്വാലിറ്റി എന്നുള്ളത്. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ എന്താണ്, റാഷണൽ ആണ് നാച്ചുറലി എന്നുള്ളത് പറഞ്ഞ്, ആരെ സംബന്ധിച്ചിടത്തോളം, ലോക്കിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നാച്ചുറലി അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ് ഓഫ് നാച്ചുറലി, അഥവാ നമ്മളെ ഒരാൾ പോലും നമ്മളെ നിയന്ത്രിക്കാനില്ലാത്ത സമയത്തും നമ്മൾ എന്ത് ചെയ്യും, അതനുസരിച്ച് തന്നെ നമ്മൾ ജീവിക്കുക. കാരണം നമ്മളെ നാച്ചുറൽ അങ്ങനെ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ലോക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നുള്ളത് കംപ്ലീറ്റ് ഫ്രീഡം ആൻഡ് ഈക്വാലിറ്റി. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എല്ലാവരും എന്താണ് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്ത്, സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നുള്ളത്. ഇതിന് നേരെ എതിരായിട്ടാണ് ആര് പറഞ്ഞത്, ഹോബ്സ് പറഞ്ഞത്. കാരണം ഹോബ്സിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ നാച്ചർ എന്നുള്ളത് സെൽഫിഷും ഈഗോയിസ്റ്റിക്കും ആണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ എന്തേക്കാരം എപ്പോഴും സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലേക്കാരം, എനിക്ക് എന്റെ കാര്യങ്ങൾ നേടുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലേക്കാരം ജീവിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹോബ്സിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി എന്തേനി ഒരു പെർപെച്വൽ സ്ട്രഗിൾ ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നുള്ളത്. പക്ഷേ ലോക്കിനെ സംബന്ധിച്ചോളം സ്റ്റേറ്റിന് മുമ്പ് ഉണ്ടായിരുന്ന ഈ സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നുള്ളത് കംപ്ലീറ്റ്ലി പീസ്ഫുൾ, ഗുഡ് വിൽ, മ്യൂച്വൽ അസിസ്റ്റന്റ് ആൻഡ് പ്രിസർവേഷൻ എന്നുള്ളത്, അഥവാ കംപ്ലീറ്റ്ലി നല്ല രൂപത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്നുള്ളത്. ഈ സമയത്ത് അവർ ലിബർട്ടി അനുസരിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. ഈ ലിബർട്ടി എന്ന് പറയാൻ കാരണം വെച്ചാൽ ഹോബ്സ് ലോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫ്രീഡത്തിനെ നമ്മൾ ആ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഫ്രീഡത്തിനെ രണ്ട് എന്താണോ ശരി തോന്നുന്നത് അതനുസരിച്ച് നമ്മളെ കൃത്യമായിട്ട് ശരിയും തെറ്റും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിക്കാനാണ് ലിബർട്ടി ഉള്ളത്. ലൈസൻസ് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഫ്രീഡം, നമ്മൾ എങ്ങനെയാണോ നമുക്ക് ജീവിക്കേണ്ടത്, നമുക്ക് തോന്നിയ പോലെ ജീവിക്കുന്നതിനാണ് നമ്മൾ ലൈസൻസ് എന്ന് പറയാം. ഇപ്പം ഹോബ്സിന്റെ ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു, ലൈസൻസ് ആയിരുന്നു. ഇങ്ങനെ ലോക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ രണ്ട് കാറ്റഗറി ആക്കിയതിന് ശേഷം ലോക്ക് എന്ത് പറഞ്ഞു, ഈ സ്റ്റേറ്റ് ഓഫ് നാച്ചറിൽ ലിബർട്ടി അനുസരിച്ചായിരുന്നു, അഥവാ റീസണിന്റെ ബേസിലായിരുന്നു എല്ലാവരും ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്, ലോക്ക് പറയുന്നത്. ഓക്കെ, റീസൺ ഈസ് ദ ലോ ദാറ്റ് ടീച്ച് ഓൾ ആർ ഈക്വൽ, ഇൻഡിപെൻഡന്റ് ആൻഡ് നോ വൺ ഓട്ട് ടു ഹാം അതേഴ്സ് ലൈഫ്, ഹെൽത്ത്, ലിബർട്ടി ആൻഡ് പൊസഷൻ എന്നുള്ളത്. ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല, പരസ്പരം അടി കൂടുന്നില്ല, എല്ലാവരും എന്ത് ചെയ്യുന്നു, റീസണിന്റെ ഈക്വൽ ആയിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയായിരുന്നു സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നുള്ളത്. സ്റ്റേറ്റ് ഓഫ് നാച്ചർ ഈസ് നോട്ട് എ സ്റ്റേറ്റ് ഓഫ് ലൈസൻസ്. അങ്ങനെ തോന്നിയ പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥ അല്ലായിരുന്നു എന്ത്, ഈ സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നുള്ളത്. ഇപ്പൊ ഇതിൽ നമുക്കുള്ള ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇനി ഉണ്ടാവുന്നത്, ഇങ്ങനെ കൃത്യമായിട്ട് ഇവർ നല്ല രൂപത്തിലാണ് ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു സ്റ്റേറ്റ് രൂപപ്പെട്ടത് എന്നുള്ളൊരു
ഒരു ചോദ്യം നമുക്ക് ഉണ്ടാവും. അപ്പം അതിനാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത് ലോക്ക് അഡ്രസ് ചെയ്യുന്നത് എന്ത്, however there are few individuals who in order to pursue their self interest to set aside the rule of morality എന്നുള്ളത്. ഭൂരിഭാഗം ആൾക്കാരും ജീവിച്ചതിനെതിരായിട്ട് കുറച്ച് പേരെന്ത് ചെയ്യും, അവർക്ക് തോന്നിയ പോലെ ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അവരെ സെൽഫ് ഇൻട്രസ്റ്റ് മാത്രം നോക്കി ജീവിക്കുന്ന കുറച്ച് പേരും എന്തുണ്ട് ആ സൊസൈറ്റിയിലുണ്ട്. ഇപ്പൊ നമുക്കൊരു 100 ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ അതിലൊരു 5 ആൾക്കാർ എന്തുണ്ട് ഇപ്പൊ അതിനെതിരെ ജീവിക്കണവരും ഉണ്ടാവും. അപ്പം ആ ഒരു സിറ്റുവേഷനെ മറികടക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു അതോറിറ്റി മസ്റ്റ് ആണ്. കാരണം ഇപ്പൊ എല്ലാവരും നല്ല രൂപത്തിൽ തന്നെ ജീവിച്ചു പോകുമ്പോൾ കുറച്ച് ആൾക്കാർ മാത്രം എന്ത് ചെയ്യണം, അതിനെതിരെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ജസ്റ്റിസ് നടപ്പിലാക്കണം. ഇവരെന്തെങ്കിലും ചെയ്യണമല്ലോ, അവരെ പണിഷ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിനൊരു അതോറിറ്റി ഇല്ല. കാരണം എല്ലാവരും ഇൻഡിപെൻഡന്റ് ആണ്. ഒരാൾക്ക് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് അയാളെ ഇപ്പൊ ഒരാളെ കൊന്നുകയായിരിക്കാം, ആ കൊന്ന സമയത്ത് ഈ കൊന്ന ആളെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ ഒരു അതോറിറ്റി ആ സമയത്ത് ഇല്ല, എല്ലാവരും ഇൻഡിവിജ്വൽ ആണ്. അപ്പം ആ സമയത്ത് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അവർ പല ഡിഫറെന്റ് ഒപ്പീനിയൻ ആയിക്കാരം. അപ്പൊ കൊന്ന ആളെ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം അയാളെ തിരിച്ചു കൊല്ലണം എന്നായിക്കാരം. പക്ഷെ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അയാൾക്ക് ഒരു 10 വർഷം തടവ് കൊടുത്താൽ മതി, അയാൾ നന്നായി വരും എന്നുള്ള അർത്ഥത്തിലേക്കാരം. അങ്ങനെ ഡിഫറെന്റ് ഒപ്പീനിയൻ ആയിക്കാരം ആ സമയത്ത്. കാരണം അങ്ങനെ ഒരു പെർട്ടിക്കുലർ അതോറിറ്റി ഇല്ല. അപ്പം ആരെങ്കിലും ആ സൊസൈറ്റിയിൽ കുറച്ച് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെജോറിറ്റി റീസൺ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എതിരായിട്ട് സെൽഫ് ഇൻട്രസ്റ്റ് അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് ജസ്റ്റിസ് കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ കൃത്യമായിട്ട് പണിഷ് ചെയ്യാൻ എന്താവണം, നമുക്കൊരു അതോറിറ്റി വേണം. അങ്ങനെയാണ് എന്ത് ചെയ്യണേ, സ്റ്റേറ്റ് എന്നുള്ള അല്ലെങ്കിൽ ഒരു സിവിൽ സൊസൈറ്റി എന്നുള്ളതിലേക്ക് ഈ സ്റ്റേറ്റ് ഓഫ് നേച്ചറിന് മനുഷ്യർ രൂപപ്പെടുത്തുന്നത്. അപ്പൊ പിന്നെന്ത് ചെയ്തു, അപ്പം എല്ലാവരും മനസ്സിലാക്കിയത് ഇങ്ങനെ പ്രശ്നങ്ങൾ, കുറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ സിറ്റുവേഷൻ എന്ത് ചെയ്യണം, മറികടക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി വേണം. അപ്പം അവരെന്ത് ചെയ്യും, എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യാണ്, നമുക്കൊരു എന്ത് ചെയ്യാം, ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി കൊണ്ടുവരാന്നുള്ളതിലേക്ക് അല്ലെങ്കിൽ ഒരു സിവിൽ സൊസൈറ്റി എന്നുള്ളത് കൊണ്ടുവരാന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സിവിൽ സൊസൈറ്റിയും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് നേച്ചറും വരുന്നത്. ഓക്കെ. In the absence of a political authority in the state of nature, it becomes difficult to deal with such offenders and secure justice എന്നുള്ളത്. നീതി നടപ്പിലാക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ. കാരണം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യണം, അതിന്റെ നീതി കിട്ടണം. അപ്പം ആ സമയത്ത് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണേ, ഇവർ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതും അതിലേക്ക് എത്തുന്നതും. ഓക്കെ. Therefore, men abandon state of nature and enter into civil or political society by means of a contract by surrendering right. But they still have their right to life, liberty and property എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ് ഇവരെന്ത് ചെയ്തു, തീരുമാനിച്ചെന്ത്, നമുക്കൊരു സ്റ്റേറ്റിലേക്ക് വരാന്നുള്ളത്. അങ്ങനെയാണ് ഇവര് ഒരു സിവിൽ സൊസൈറ്റിയിലേക്ക് വരാന്നുള്ളത്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു, എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണ് ആ സമയത്തുള്ള എല്ലാവരും. ഇതൊരു റിയൽ ഇൻസിഡന്റ് അല്ല കേട്ടോ, ഈ സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ള ഒരു റിയൽ ഇൻസിഡന്റ് അല്ല. ലോക്ക് ആ സമയത്ത് ലോക്ക് ചിന്തിച്ചിട്ട് പറയണത് സ്റ്റേറ്റ് എന്നുള്ളത് ഇങ്ങനെയാണ് രൂപപ്പെട്ടത്, അല്ലാതെ നാച്ചുറലി രൂപപ്പെട്ടതല്ല, അല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കിയതൊന്നല്ല. സ്റ്റേറ്റ് ഇങ്ങനെയാണ് രൂപപ്പെട്ടത്, ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ കാരണം നടന്നിട്ടുണ്ടാവുക എന്നുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതും കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇവരെന്ത് ചെയ്തു, അങ്ങനെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഒഴിവാക്കിയിട്ട് സിവിൽ സൊസൈറ്റിയിലേക്ക് ഒരു കോൺട്രാക്റ്റിലൂടെ വരികയാണ്. ആ സമയത്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ഇവരുടെ റൈറ്റ് സറണ്ടർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹോബ്സിന്റെ നമ്മൾ പറഞ്ഞത് അവരെല്ലാവരും എന്ത് ചെയ്തു, കംപ്ലീറ്റ് റൈറ്റ് എന്ത് ചെയ്തു, സറണ്ടർ ചെയ്തു. എന്നിട്ട് സെൽഫ് പ്രിസർവേഷൻ എന്നുള്ള ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് അവരെല്ലാ റൈറ്റും എന്ത് ചെയ്തു, അവർ സറണ്ടർ ചെയ്തു. അതേപോലെ തന്നെ ഇവിടെയും സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ്ലി അവരുടെ റൈറ്റ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിസിഷനും അതിന്റെ ജഡ്ജ്മെന്റും അതേപോലെ തന്നെ അതിന്റെ എക്സിക്യൂഷൻ ഒക്കെ നടത്തേണ്ട അവരുടെ സ്വന്തം റൈറ്റ് എന്ത് ചെയ്തു, അവര് ഇവിടെ സറണ്ടർ ചെയ്തിട്ട് ഒരു കോൺട്രാക്റ്റിലൂടെ എന്ത് ചെയ്യാണ്, സിവിൽ സൊസൈറ്റിയിലേക്ക് വരികയാണ്. ഈ സമയത്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് റൈറ്റ് സറണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, പ്രോപ്പർട്ടി, സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ ഇവർക്ക് ഒരുപാട് റൈറ്റ് ഉണ്ടാവുമല്ലോ. അതിലെ ഇവരെ സ്റ്റേറ്റ് ഓഫ് നേച്ചറിലെ റൈറ്റ് ടു ലൈഫും ലിബർട്ടിയും അതേപോലെ തന്നെ പ്രോപ്പർട്ടി, ഈ 3 റൈറ്റ് എന്ത് ചെയ്യണില്ല, ഇവർ സറണ്ടർ ചെയ്യണില്ല. കാരണം എന്താണ്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സറണ്ടറിങ് നടത്തുന്നത്. അപ്പൊ ഈ ലൈഫ് അതേപോലെ തന്നെ ലിബർട്ടി, പ്രോപ്പർട്ടി, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പൊളിറ്റിക്കൽ അതോറിറ്റിനെ നിയമിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ അങ്ങനെ ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ സറണ്ടർ ചെയ്യുന്നില്ല. ഇതും കൂടി സറണ്ടർ ചെയ്ത പ്രശ്നം എന്താ വെച്ചാൽ ആ കാര്യത്തിലും ഡിസിഷൻ എടുക്കാനുള്ള അധികാരം ആർക്കേ കാരം, ഈ സ്റ്റേറ്റിനെ കാരം അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റിക്ക് കാരം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലൈഫും ലിബർട്ടിയും പ്രോപ്പർട്ടിയും ഇവർ സറണ്ടർ ചെയ്യണില്ല. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഡിസിഷൻ എടുക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും അതിന്റെ ജഡ്ജ്മെന്റ് പറയാനുള്ള അതോറിറ്റി ഇവർ കോൺട്രാക്റ്റിലൂടെ ആർക്ക് സബ്മിറ്റ് ചെയ്യാണ്, ഈ പൊളിറ്റിക്കൽ അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ഇവർ കോൺട്രാക്റ്റിലൂടെ സിവിൽ സൊസൈറ്റിയിലേക്ക് എത്തുന്നത്. ഓക്കെ. അപ്പം ഈ സിവിൽ സൊസൈറ്റിയിലേക്ക് എത്താനുള്ള പ്രധാന കാരണം ഒന്ന്, നീഡ് ഓഫ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് നോൺ ലോ. ആ സമയത്ത് എന്തില്ലായിരുന്നില്ല, ലോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ലോ വേണം. കാരണം നമ്മൾ പറഞ്ഞത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായമാണ്. അപ്പം എന്താവണം, ഒരു എല്ലാവർക്കും അംഗീകൃതമായിട്ടുള്ള ഒരു ലോ വേണം. അതനുസരിച്ചായിരിക്കണം എന്ത് ഈ ഒരു നിയമം ഉണ്ടാവേണ്ടതും. അത് ഉണ്ടാക്കേണ്ടത് ആരാണ്,
സ്റ്റേറ്റ് ആണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലേക്ക് കാരണം ഈ ജനങ്ങളുടെ കൺസെന്റോട് കൂടിയൊക്കെ തന്നെ ആയിരിക്കും ആ ലോയും കാര്യങ്ങളൊക്കെ രൂപപ്പെടുത്തേണ്ടത്. അതേപോലെ തന്നെ ജഡ്ജ്മെന്റ്, ആ കാര്യം എന്ത് ചെയ്യണം, ജഡ്ജ് ചെയ്യാൻ ഇയാൾ കുറ്റക്കാരനാണ്, അയാൾക്ക് ഇത്ര ശിക്ഷ വേണമെന്നുള്ളത് അതൊന്നും എന്തില്ല ഈ ഒരു സമയത്തില്ല, ഏത് സ്റ്റേറ്റ് ഓഫ് നാച്ചറിലില്ല. അപ്പൊ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ സിവിൽ സൊസൈറ്റി എന്നുള്ളതിലേക്ക് രൂപപ്പെടുന്നത്. അതേപോലെ തന്നെ എക്സിക്യൂഷൻ പാർട്ട്, അതാണ് need of a power to back and support the sentence when right and to give it due execution എന്നുള്ളത്. അത് ലെജിസ്ലേഷൻ, ജുഡീഷ്യറി, അതേപോലെ തന്നെ എക്സിക്യൂഷൻ, ഈ 3 കാര്യങ്ങളുടെയും അഭാവം ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ഓഫ് നാച്ചറിൽ. അപ്പം ഇത് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, ഈ ഒരു സിവിൽ സൊസൈറ്റിയിലേക്ക് രൂപപ്പെടുന്നത്. ഓക്കെ. Therefore, individual set up a civil or political society by signing the social contract. The newly created society also had a government for preservation of the life, liberty and property of the member of the new society എന്നുള്ളത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. നമ്മൾ ഈ പറഞ്ഞു തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ കോൺട്രാക്ട് പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയട്ടോ. ഇനി സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് ഓഫ് നാച്ചറിന് ഇവരെന്ത് ചെയ്തു, എല്ലാവരും കൂടി ഒരു കോൺട്രാക്റ്റിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു സിവിൽ സൊസൈറ്റിയിലേക്ക് വരുന്നു, അതേപോലെ തന്നെ സ്റ്റേറ്റിലേക്ക് വരുന്നു. അപ്പം ഈ സോഷ്യൽ കോൺട്രാക്റ്റിലൂടെ ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം സിവിൽ സൊസൈറ്റിയാണ് വരുന്നത്. ഇവർ ആദ്യം എന്ത് ചെയ്യാണ്, ഒരു സിവിൽ സൊസൈറ്റിയാണ് രൂപപ്പെടുത്തുന്നത്. ഈ സ്റ്റേറ്റ് ഓഫ് നാച്ചറിലും വലിയ സോഷ്യലി തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. ഇപ്പം അത് പറയാൻ കാരണം വെച്ചാല് ഒരു ക്വസ്റ്റ്യൻ വന്നത് നമുക്ക് എങ്ങനെ ലോക്കിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നുള്ളത് പ്രീ സോഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ലോക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രീ സോഷ്യൽ അല്ല എന്ത് സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നുള്ളത്. ആ സമയത്ത് ഒരു സോഷ്യലി മ്യൂച്വലി നല്ല രൂപത്തിൽ തന്നെയാണ് പോയിരുന്നത്. പക്ഷെ ഇങ്ങനെ കുറഞ്ഞ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്തു, ആ സോഷ്യൽ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു സിവിൽ സൊസൈറ്റിയിലേക്കാണ് അവർ മാറുന്നത് കോൺട്രാക്റ്റിലൂടെ. പക്ഷെ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സൊസൈറ്റിയും അതേപോലെ തന്നെ സ്റ്റേറ്റും ഒക്കെ എന്താണ് ഒറ്റ കോൺട്രാക്റ്റിലൂടെയാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോക്കിനെ ഹോബ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്നുള്ളതാണ് പ്രീ സോഷ്യലും ആണ്, അതേപോലെ തന്നെ പ്രീ പൊളിറ്റിക്കലും ആണ്, രണ്ടുമാണ്. കാരണം സൊസൈറ്റിയും സ്റ്റേറ്റും ഒറ്റ കോൺട്രാക്റ്റിലൂടെയാണ് ഹോബ്സിനെ സംബന്ധിച്ചിടത്തോളം രൂപപ്പെടുന്നത്. പക്ഷെ ലോക്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇവർ ആദ്യം എന്ത് ചെയ്യാണ്, സിവിൽ സൊസൈറ്റിയാണ് രൂപപ്പെടുത്തുന്നത്. ആദ്യം അവർ സോഷ്യൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ അതിലിങ്ങനെ ഇനി പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു, അതൊരു സിവിൽ സൊസൈറ്റിയിലേക്ക്, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലേക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റിയിലേക്ക് അവർ ആദ്യം രൂപപ്പെട്ട് ഫസ്റ്റ് കോൺട്രാക്റ്റിലൂടെ. എന്നിട്ട് എന്ത് ചെയ്ത് ആ സിവിൽ സൊസൈറ്റി ഒരു ഗവൺമെന്റ് രൂപീകരിക്കലോട് കൂടി എന്ത് ചെയ്ത് അവർ സ്റ്റേറ്റിലേക്ക് രൂപപ്പെട്ട്. അപ്പൊ ഒരു ഡുവൽ കോൺട്രാക്ട് ആണ് ഇത് ആര്യയിൽ വരുന്നത്, ലോക്കിന്റെയിൽ വരുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക കേട്ടോ. ഫസ്റ്റ്ലി സൊസൈറ്റി വാസ് ക്രിയേറ്റഡ്, ദെൻ സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ സെറ്റിംഗ് അപ്പ് എ ഗവൺമെന്റ് എന്നുള്ളത്. ആൻഡ് ഇറ്റ് കുഡ് ബി റീപ്ലേസ്ഡ് ബൈ അനദർ ഗവൺമെന്റ് ബട്ട് വിൽ നോട്ട് റിസൾട്ട് ഇൻ ഡിസിന്റഗ്രേഷൻ ഓഫ് സൊസൈറ്റി എന്നുള്ളത്. ആദ്യം വളർന്നത് സിവിൽ സൊസൈറ്റി ഫസ്റ്റ് വന്ന് പിന്നെ ഗവൺമെന്റ് വരികയാണ്. ഈ ഗവൺമെന്റിനെ രൂപപ്പെടുത്തുന്നത് ആരാണ്, ഈ ഒരു സിവിൽ സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ സിവിൽ സൊസൈറ്റിന്റെ ലോ എന്താണോ, അല്ലെങ്കിൽ ആ സിവിൽ സൊസൈറ്റിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ലോ എന്താണോ അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ലൈഫ്, അതേപോലെ തന്നെ പ്രോപ്പർട്ടി, അതേപോലെ തന്നെ അവരുടെ ലിബർട്ടി, ഈ കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണോ, അതിനു വേണ്ടിയാണല്ലോ സ്റ്റേറ്റ് ഉണ്ടാക്കിയത്. ആ കാര്യം കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉത്തരവാദിത്തം. അതിനുവേണ്ടി അവർ വീണ്ടും എന്ത് ചെയ്യാണ്, ഒരു കോൺട്രാക്റ്റിലൂടെ ഗവൺമെന്റിനെ രൂപീകരിക്കുകയാണ്. അപ്പം ഈ ഗവൺമെന്റ് എന്നുള്ളത് എന്ത് ചെയ്യാം, എപ്പോഴും റീപ്ലേസ് ചെയ്യാം. സിവിൽ സൊസൈറ്റി എന്നുള്ളത് എന്താവില്ല, ഡിസിന്റഗ്രേറ്റഡ് ആവില്ല. പക്ഷെ ഗവൺമെന്റ് എന്ത് ചെയ്യാം, മാറി വരാം. കാരണം ഇവരെ ആഗ്രഹം എന്താണ്, ഇവർ ഈ കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവർക്ക് ഗവൺമെന്റിനെ മാറ്റാം. പക്ഷെ ഇവർ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സിവിൽ സൊസൈറ്റി എന്താവില്ല, ഡിസിന്റഗ്രേറ്റ് ആവില്ല എന്നാണ് ആര് പറയുന്നത്, ലോക്ക് പറയുന്നത് എന്നുള്ളത്. ഓക്കെ. He placed a government under the control of the society and sought to define the nature of government as a trust who is bound to act within the terms of its constitution എന്നുള്ളത്. നമ്മളിപ്പോ ഈ പറഞ്ഞു തന്നെയാണ്, സിവിൽ സൊസൈറ്റിക്ക് അവരുടേതായിട്ടുള്ള ലോ ഉണ്ടാവും. ലോ എന്നുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത്, ഇവരെ ഈ 3 ലിബർട്ടി എന്ത് ചെയ്യാണ്, ഈ റൈറ്റ് എന്ത് ചെയ്യാണ്, സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതനുസരിച്ച് അത് സംരക്ഷിക്കാനുള്ള ഒരു ട്രസ്റ്റ് മാത്രമാണ് ആര്, ഗവൺമെന്റ് എന്നുള്ളത്. ഫിഡ്യൂഷ്യറി ട്രസ്റ്റ് എന്നുള്ളതാണ് ആര് യൂസ് ചെയ്തത്, ലോക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ട്രസ്റ്റിന്റെ ലക്ഷ്യം ഇതെന്താണ്, റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് എന്താണ്, നമ്മൾ ട്രസ്റ്റ് രൂപീകരിക്കണം എന്താണ്, നമ്മളെ കാര്യങ്ങൾ അവർ നമ്മളെ ബിഹാഫ് ഓഫ് അവരെന്താണ് ചെയ്യാന്നുള്ളതാണ്. അപ്പം അതേപോലെ തന്നെ ഗവൺമെന്റ് എന്നുള്ളത് ഒരു ട്രസ്റ്റ് ആയിട്ടാണ് ആര് കാണുന്നത്, ലോക്ക് കാണുന്നത് എന്നുള്ളത്. Therefore, law create a constitutional government and postulate conditional or partial surrender of natural rights to it എന്നുള്ളത്. നമ്മള് അഥവാ ലോക്ക് എന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ആണ്, അഥവാ ലോ ബേസ്ഡ്, റൂൾ ഓഫ് ലോ എന്നുള്ളതിന്റെ ബേസിലുള്ള ഒരു ഗവൺമെന്റ് ആണ് ലോക്ക് മുന്നോട്ട് വെക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്കറിയാം ഈ ഗ്ലോറിയസ് റവല്യൂഷനിലൂടെ ഇംഗ്ലണ്ട് ഇതിലേക്കാണ് എത്തുന്നത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലേക്കാണ്, അഥവാ പാർലമെന്റിന്റെ പരമാധികാരത്തിലേക്കാണ് എത്തുന്നത്. ആ ലോക്ക് എന്തിനാണ് സപ്പോർട്ട് ചെയ്തത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൽ ഗവൺമെന്റിനാണ് ലോക്ക് സപ്പോർട്ട് ചെയ്തെന്നുള്ളത് നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇവരെന്ത് ചെയ്യണില്ല, കംപ്ലീറ്റ്ലി ഇവരുടെ റൈറ്റ്സ് എന്ത് ചെയ്യണില്ല, സറണ്ടർ ചെയ്യണില്ല. അപ്പൊ നമ്മൾ ഹോബ്സിന്റെ പറഞ്ഞിരുന്ന എന്തായിരുന്നു, കംപ്ലീറ്റ്ലി അവരുടെ റൈറ്റ്സ് അവരെന്ത് ചെയ്യാണ്, സറണ്ടർ ചെയ്യുന്നുണ്ട്.
ഈ കോൺട്രാക്ടിന്റെ സമയത്ത്. പക്ഷേ ലോക്കിനെ സംബന്ധിച്ചിടത്തോളം പാർഷ്യൽ സറണ്ടറിങ് ആണ് നടക്കുന്നത്, ഒരിക്കലും കംപ്ലീറ്റ് സറണ്ടറിങ് നടക്കുന്നില്ല. അവരെ ലിബർട്ടി, ലൈഫ്, അതേപോലെ തന്നെ പ്രോപ്പർട്ടി, ഈ മൂന്നെണ്ണം ഇവരെന്ത് ചെയ്യണില്ല, സറണ്ടർ ചെയ്യണില്ല എന്നുള്ളൂ. അത് നോട്ട് ചെയ്യട്ടെ. പാർഷ്യൽ സറണ്ടറിങ് ആണ് ആദ്യം നടക്കുന്നത്, ലോക്കിന്റെ നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പം അതേപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് എന്താണ്, സോഷ്യൽ സൊസൈറ്റിന്റെ ആഗ്രഹം അഥവാ ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് എന്ത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം. ഇൻ കേസ് ഗവൺമെന്റിന് അത് നടപ്പിലാക്കാൻ പറ്റണില്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പീപ്പിൾസിന് എന്തുണ്ട്, റൈറ്റ് ടു റവല്യൂഷൻ, അതിനെതിരെ റവല്യൂഷൻ നടത്താനുള്ള എല്ലാവിധ അധികാരവും ഉണ്ട് എന്നുള്ളതാണ് ഹോബ്സ് ലോക്ക് പറയുന്നത്. കാരണം ഹോബ്സിന്റെ നമ്മൾ പറഞ്ഞിരുന്നത് ഒരിക്കലും അവർക്ക് എന്തില്ല, റവല്യൂഷൻ നടത്താനുള്ള യാതൊരുവിധ അധികാരവും ഇല്ല എന്നുള്ളത്. കാരണം അവരുടെ കംപ്ലീറ്റ് അധികാരം ആർക്കാണ് കൊടുത്തത്, ലവിയാന്തൻ അല്ലെങ്കിൽ കോൺട്രാക്റ്റിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് സറണ്ടറിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലോക്ക് അങ്ങനെയല്ല പറഞ്ഞത്, ഈ മൂന്നെണ്ണം സറണ്ടർ ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ ഈ മൂന്നെണ്ണത്തിനെതിരായിട്ട് ഗവൺമെന്റ് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരാണ്. ഇപ്പോൾ ഗവൺമെന്റ് പറയണത് ഒരു ഇൻഡിവിജ്വലിന്റെ പ്രോപ്പർട്ടി എന്താണ്, ഇന്ന് മുതൽ ഗവൺമെന്റിന്റെ ഭാഗം ആവണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാനും റിവോൾട്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഓപ്സിന്റെ കേസിൽ അങ്ങനല്ല. ഓപ്സിന്റെ കേസിൽ ഇവർ ഇതൊക്കെ ഇപ്പം റൈറ്റ് ടു ലിബർട്ടി ആണെങ്കിലും അതേപോലെ തന്നെ പ്രോപ്പർട്ടി ആണെങ്കിലും ലൈഫ് ഇല്ല, സെൽഫ് റിസർവേഷൻ എന്താണ്, അത് സറണ്ടർ ചെയ്യണില്ല അതില് ഓപ്സിന്റെ. കാരണം സെൽഫ് റിസർവേഷന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തുന്നത്. പക്ഷെ ഈ പ്രോപ്പർട്ടിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ ലിബർട്ടിന്റെ കാര്യത്തിലൊക്കെ ആർക്കാണ് അധികാരം എടുക്കാനുള്ള കംപ്ലീറ്റ് അധികാരം, അത് ആ സൊവേറിയനാണ് ഹോബ്സിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഒരു ദിവസം സൊവേറിയൻ പറയണത് ഇന്ന് മുതൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും ഇല്ല, ഒക്കെ പബ്ലിക് പ്രോപ്പർട്ടി ആണെന്ന് പറയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും, സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ ലോക്കിന്റെ ഇതിലേക്ക് വരുമ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇവർ അത് സറണ്ടർ ചെയ്തിട്ടില്ല, അവരെ ഈ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഉള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ എന്തെങ്കിലും ഗവൺമെന്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റവല്യൂഷൻ നടത്താൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ. ലോക്ക് സോഷ്യൽ കോൺട്രാക്ട് ഡസ് നോട്ട് ക്രിയേറ്റ് എനി അബ്സല്യൂട്ട് ആൻഡ് അൺലിമിറ്റഡ് സോവറിയൻ ലൈക്ക് ദാറ്റ് ഓഫ് ഹോബ്സ് എന്നുള്ളത്. നമ്മൾ പോയി പറഞ്ഞത് ഹോബ്സ് പോലെ കംപ്ലീറ്റ് അൺലിമിറ്റഡ് ഒരു അബ്സല്യൂട്ട് സോവറിനിറ്റി ഒരിക്കലും ആർക്ക് കൊടുക്കണില്ല, ഗവൺമെന്റിന് ആർക്കും കൊടുക്കണില്ല, ലോക്ക് കൊടുക്കണില്ല എന്നുള്ളതാണ്. ഓക്കെ. സുപ്രീം പവർ ഇൻ ലോക്സ് കോൺട്രാക്ട് സ്റ്റിൽ ലൈസ് വിത്ത് ദ പീപ്പിൾ എന്നുള്ളത്. പീപ്പിളിന്റെ എന്താണ് ഇൻട്രസ്റ്റിനാണ് എന്ത്, പീപ്പിളിന്റെ അടുത്താണ് അധികാരം എന്നുള്ളത്. ഇപ്പൊ ഈ ഡെമോക്രസി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യണത്, മുന്നോട്ട് വെക്കുന്നത്. ആ ഡെമോക്രസി അത്രയും പ്രോപ്പർ ആയിട്ടല്ലെങ്കിലും അതിന്റെ ഒക്കെ ബേസിൽ അഥവാ പീപ്പിളിന്റെ അടുത്താണ് യഥാർത്ഥ സോവറിനിറ്റി നിൽക്കുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഇത് വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതൊരു പോപ്പുലർ സോവറിനിറ്റി എന്നുള്ള ആ അർത്ഥത്തിൽ എടുക്കരുത്. കാരണം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്തേ, ഈ പോപ്പുലർ സോവറിനിറ്റി എന്നുള്ള ഫസ്റ്റ് ആരാണ് കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യത്തിൽ ലോക്കും അതേപോലെ തന്നെ റൂസോയും വന്നാൽ നമ്മൾ റൂസോനെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം പോപ്പുലർ സോവറിനിറ്റിയിൽ ആ ഒരു ടേം യൂസ് ചെയ്തിട്ട് അതിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവന്നത് ഫസ്റ്റ് ആയിട്ട് റൂസോ ആണ്. അതിനു മുമ്പ് ലോക്ക് പറഞ്ഞിട്ടുണ്ട് എന്ത്, പീപ്പിളിന്റെ അടുത്താണ് സോവറിനിറ്റി ഉണ്ട് എന്നുള്ളത് ലോക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ഫസ്റ്റ് ആയിട്ട് അതിനൊരു ആ ഒരു പോപ്പുലർ സോവറിനിറ്റി എന്നുള്ള അർത്ഥത്തിൽ കൊണ്ടുവന്നത് റൂസോ ആണെന്നുള്ളത് നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്താണ്, ലോക്സ് കോൺട്രാക്ട് വൺസ് മെയ്ഡ് ഈസ് ഇറിവോക്കബിൾ എന്നുള്ളത്. അഥവാ നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ ഇവർ എല്ലാവരും കൂടി അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഒരു സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സിവിൽ സൊസൈറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് തിരിച്ചു പോകാൻ പറ്റൂല. കാരണം ലോക്ക് പറയണമെന്ന് വെച്ചാല് ഇപ്പം എന്ത് ചെയ്തേ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സ്റ്റേറ്റിന്റെ ഭാഗമായി കഴിഞ്ഞാല് പിന്നെ ഞാൻ പറയണത് അല്ല, ഇനി എനിക്ക് ഈ ഒരു സ്റ്റേറ്റിന്റെ ഭാഗം ആവേണ്ട ആവശ്യമില്ല, എനിക്ക് സ്റ്റേറ്റ് ഓഫ് നേച്ചർക്ക് തന്നെ പോകണം. ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന അധികാരങ്ങൾ മൊത്തം അധികാരങ്ങൾ എന്താണ് എനിക്ക് ഇനിയും വേണം എന്നുള്ളതിലേക്ക്, അഥവാ ഈ ലൈഫ്, ലിബർട്ടി, പ്രോപ്പർട്ടിന്റെ അപ്പുറത്തുള്ള അധികാരങ്ങൾ, എന്റെ കാര്യത്തിലുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള അധികാരം എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞാല് അത് പറ്റൂല എന്നുള്ളതിലേക്കാണ് ആര് പറഞ്ഞത്, ലോക്ക് പറഞ്ഞത്. ലോക്സ് കോൺട്രാക്ട് വൺസ് മെയ്ഡ് ഈസ് ഇറിവോക്കബിൾ, പിന്നെ നമുക്ക് അത് തിരിച്ചു പോകാൻ പറ്റൂല എന്നുള്ളത്. ഓക്കെ, അതും നോട്ട് ചെയ്യാട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ കോൺട്രാക്റ്റിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് എന്ത്, ഐഡിയ ഓഫ് ഫിഡ്യൂഷ്യറി ട്രസ്റ്റ് എന്നുള്ളത്. നമ്മൾ പറഞ്ഞത് സിവിൽ സൊസൈറ്റി എന്ത് ചെയ്ത് ഒരു ഗവൺമെന്റിനെ രൂപീകരിച്ച്, ഗവൺമെന്റ് എന്നുള്ള ഒരു ട്രസ്റ്റ് ആണ്, ആ ട്രസ്റ്റിന് ഒരു ഫിഡ്യൂഷ്യറി ട്രസ്റ്റ് എന്നുള്ളതിലേക്കാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ലോക്ക് പറഞ്ഞിട്ടുള്ളത്. ഓൾ ഗവർണൻസ് ഈസ് ഫിഡ്യൂഷ്യറി ഓർ ഫൗണ്ടഡ് ഓൺ ട്രസ്റ്റ്. ഒരു ട്രസ്റ്റിന്റെ ബേസിലാണ് ഗവർണൻസ് എന്നുള്ളത്. ഒരിക്കലും അധികാരത്തിന്റെ ഓണർ ആരല്ല, ഗവൺമെന്റ് അല്ല എന്നുള്ളത്. ഗവൺമെന്റ് എന്നുള്ളത് എന്താണ്, ഈ സിവിൽ സൊസൈറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അഥവാ റൂൾ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ട്രസ്റ്റ് മാത്രമാണ് ആര്, ഗവൺമെന്റ് എന്നുള്ളത്. ഒരിക്കലും പവറിന്റെ ഓണർ അഥവാ എന്തും ചെയ്യാനുള്ള ഒരു അധികാരം ആർക്കില്ല, ഗവൺമെന്റിന് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ദ പർപ്പസ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ലോ ഈസ് ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ നാച്ചുറൽ റൈറ്റ്സ് എന്നുള്ളത്. ലോ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഗവൺമെന്റ് തന്നെ ആയിരിക്കും. പക്ഷേ
ഒരിക്കലും അവരെ ഈ ഇപ്പൊ ഒരു ഗവൺമെന്റിന് ലോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് എതിരായിട്ടോ അവരുടെ ലിബർട്ടിക്ക് എതിരായിട്ടൊന്നും ഗവൺമെന്റിന് ലോ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ സിവിൽ സൊസൈറ്റിന്റെ ബേസിക് ആയിട്ടുള്ള അവരുടെ ആ നീഡ് ആയിട്ടുള്ള ലിബർട്ടി, ലിബർട്ടി, ലൈഫ്, അതേപോലെ തന്നെ പ്രോപ്പർട്ടി, ഇത് കൃത്യമായിട്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആർക്ക് രൂപപ്പെടുത്താൻ പറ്റുള്ളൂ? ഗവൺമെന്റിന് രൂപപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ളത്. ഓക്കെ, he argued that sovereignty lies in the people for whom governments were trustees and that such government could be legitimately overthrown if they failed to discharge their function to the people എന്നുള്ളത്. നമ്മൾ ഈ പറഞ്ഞു തന്നെയാണ് എന്ത്, ഇവർക്ക് ലെജിറ്റിമസി ഉണ്ട്, അതോറിറ്റി ഉണ്ട് ആർക്ക്? പീപ്പിളിന്. എന്ത്, ഈ ഗവൺമെന്റ് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യണില്ലെങ്കിൽ അതിനെ അട്ടിമറിക്കാനുള്ള കൃത്യമായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അഥവാ ഗവൺമെന്റ് എന്നുള്ളത് ജസ്റ്റ് ഒരു ട്രസ്റ്റ് ആണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റ് മാത്രമാണ്. അല്ലാതെ അതൊരു ഓണർ ഓഫ് പവർ അല്ല. പവറിന്റെ ഓണർ ആരല്ല? ഗവൺമെന്റ് അല്ല. പവറിന്റെ ഓണർ ആരാണ്? അത് പീപ്പിൾ തന്നെയാണ് എന്നുള്ളതിലേക്ക്. ഇൻ കേസ് ഗവൺമെന്റ് അവരുടെ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയോ നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഓവർത്രോൺ ചെയ്യാനുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അധികാരം ആർക്കുണ്ട്? പീപ്പിളിനുണ്ട് എന്നുള്ളതാണ് ലോക്ക് പറയുന്നത്. അതാണ് ഫിഡ്യൂഷ്യറി ട്രസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ്. അത് ആര് റിലേറ്റഡ് ആയിട്ടുള്ള എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് തിയറി ഓഫ് പ്രോപ്പർട്ടി എന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം പ്രോപ്പർട്ടി എന്നുള്ളത് ലോക്കിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടന്റ് ആണ്. നാച്ചുറലി ഉള്ള നമ്മളെ റൈറ്റ് ആണ് എന്ത്, പ്രോപ്പർട്ടി എന്നുള്ളതാണ് ആര് പറയുന്നത്? ലോക്ക് പറയുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം ഒരു പ്രോപ്പർട്ടി എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഈ തിയറി ഓഫ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം സ്റ്റേറ്റ് ഓഫ് നാച്ചുറൽ ഉണ്ട്. അപ്പം ഈ സ്റ്റേറ്റ്, ഇപ്പം ഭൂമിയിൽ എന്തുണ്ട്? ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ലാൻഡ് ഉണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്, ഇങ്ങനത്തെ വാട്ടർ ഉണ്ട്, ഇങ്ങനത്തെ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഇതൊക്കെ നമ്മളാരും ഉണ്ടാക്കിയതല്ലല്ലോ, ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായ സാധനമാണ്. അപ്പം ഇത് നമ്മളതായിട്ട് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത്, നമ്മളതാവുമ്പോഴാണ് അത് പ്രോപ്പർട്ടി ആണ്, ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ആയി മാറുന്നത്. എപ്പോഴാണ് ഇത് നമ്മളതായിട്ട് മാറുമ്പോഴാണ്. അപ്പൊ ഇത് നമ്മളതായിട്ട് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളതാണ് ലോക്ക് ഈ തിയറി ഓഫ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. അഥവാ ഒരു വ്യക്തിന് ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു റിസോഴ്സ്, ഒരു നാച്ചുറൽ റിസോഴ്സ് ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ആയി മാറുന്നത് അതിലേക്ക് ആ വ്യക്തി ലേബർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ് ലോക്ക് പറയുന്നത്. ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നാച്ചുറലി എന്തുണ്ട്? ഇവിടെ ലാൻഡ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ മരങ്ങൾ, വാട്ടർ ഒക്കെ ഉണ്ട്. അപ്പൊ ഒരാൾ എന്ത് ചെയ്ത് ഒരു പ്രത്യേക ഒരു സ്ഥലം അയാൾ എടുത്തിട്ട് അയാൾ അവിടെ എന്ത് ചെയ്ത് കൃഷി ചെയ്ത് അയാളുടെ ലേബർ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അയാൾ അവിടെ കൃഷി ചെയ്ത് അവിടെ വീട് വെച്ച് അങ്ങനെ എന്താണ് അയാളുടെ ഒരു ലേബർ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ലാൻഡ് ആരുതായിരിക്കും? അയാളുടെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയാണ്. അപ്പം ഏതൊരു കാര്യവും അത് നാച്ചുറൽ റിസോഴ്സ് ആണ്. ഏതുവരെ? അവിടെ ഒരു വ്യക്തി അയാളുടെ ലേബർ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ. അങ്ങനെ ഒരു വ്യക്തി എന്ത് ചെയ്തു? അവിടെ ലേബർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോപ്പർട്ടി എന്താണ്? ആ വ്യക്തിയുടേതാണെന്നുള്ളതാണ് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് എംഫസൈസിങ് ഓൺ ദ നാച്ചുറൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി, ലോക്സ് പ്രിയോറിറ്റൈസ് ദ ലേബർ ഓഫ് ദ പീപ്പിൾ ടു ആഡ് ദ വാല്യൂ ടു ദ പ്രോപ്പർട്ടി എന്നുള്ളത്. ഒരു പ്രോപ്പർട്ടി രൂപപ്പെടുന്നത് അതിലേക്ക് ആ വ്യക്തി ലേബർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്നുള്ളത്. ഇത് സെക്കൻഡ് ട്രീറ്റീസ് എന്നുള്ള ആ ബുക്കിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഓക്കെ, the theory is rooted in laws of nature which permit individual to appropriate and exercise control over things in the world like land and other material resources. In other words, Locke favored the private property rights എന്നുള്ളത്. അഥവാ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ് പ്രോപ്പർട്ടി രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പീപ്പിൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് അത് അസൈൻ ചെയ്തിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ ഇവന്റെ പ്രോപ്പർട്ടിയാണ്, അത് അവന്റെ പ്രോപ്പർട്ടി ആണെന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ലോ ഓഫ് നാച്ചറിന്റെ ബേസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു പ്രോപ്പർട്ടിനെ നമുക്ക് ഇതിപ്പോ സാധാരണ എന്തുണ്ട്? നാച്ചുറൽ പ്രോപ്പർട്ടി ഉണ്ട്, ഇതിനൊരു യുക്തി വേണമല്ലോ. ഇതൊരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ആയിട്ട് മാറണമെങ്കിൽ. അപ്പൊ അതിനുള്ള ഒരു റീസൺ ആയിട്ടാണ് ആര് പറയുന്നത്? ഈ ലേബർ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് ലോക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ പീപ്പിളിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് എന്റെ പ്രോപ്പർട്ടിയാണ്, കാരണം ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേത് അയാളുടെ പ്രോപ്പർട്ടിയാണ്, കാരണം അയാൾ അവിടെ കൃഷി നടത്തിയിട്ടുണ്ട്, അത് അയാളുടെ പ്രോപ്പർട്ടിയാണ്. അങ്ങനെ കൃത്യമായിട്ട് എല്ലാവർക്കും അസൈൻ ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഈ ലേബർ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്. അല്ലെങ്കിൽ എന്താവും? അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും ഒരു കോമൺ ഓണർഷിപ്പിലേക്ക് വരേണ്ടി വരും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവില്ല. കാരണം ഇവിടെ നാച്ചുറലി എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന് റീസൺ ഉപയോഗിച്ചിട്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതിലേക്കാണ് ലോക്ക് പറയുന്നത്. ഓക്കെ, എന്ന് മാത്രമല്ല ലോക്ക് ഫേവേർഡ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നുള്ളത്. ലോക്ക് പറയുന്നത് എന്താണ്? പ്രൈവറ്റ് പ്രോപ്പർട്ടി വേണം എന്നുള്ളതാണ്. കാരണം റൂസോയിലേക്കൊക്കെ നമുക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. റൂസോ പറഞ്ഞ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവാൻ പാടില്ല, ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യണത്? ഈ ഒരു സ്റ്റേറ്റ് രൂപപ്പെടാനുള്ള കാരണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. പക്ഷേ ലോക്ക് പറഞ്ഞ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവണം, അതൊരു ഇൻഡിവിജ്വലിന്റെ റൈറ്റ് ആണ്, അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതിലേക്ക് അതിനെ ഫേവേർഡ് ആയിട്ടാണ് എന്ത് ചെയ്തത്? ലോക്ക് പറഞ്ഞിട്ടുള്ളത്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ലോക്സ് തിയറി ഓഫ് പ്രോപ്പർട്ടി എന്നുള്ളത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതിനെ കാരണം ലേബർ ആക്ട് ആസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് അപ്രോപ്രിയേഷൻ എന്നുള്ളത്. ലേബർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു അസൈൻമെന്റ് വരുന്നത് ഇന്നതാ ഇയാളതാണ് മറ്റാളതാണെന്നുള്ളതൊക്കെ ആ ഒരു കൃത്യമായിട്ട് ഡിഫറൻഷിയേഷൻ വരുന്നതൊക്കെ ഈ ഒരു ലേബറിന്റെ ബേസിലാണെന്നുള്ളത്. പ്രോപ്പർട്ടീസ് ക്യാൻ ബി പ്രൈവറ്റ് ആൻഡ് കോമൺ എന്നുള്ളത്.
പ്രോപ്പർട്ടിക്ക് എന്താവാം, പ്രൈവറ്റ് ആവാം. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ആവാം. ഞാനും ഇൻവെസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ അത് കോമൺ ആയിട്ട് തന്നെ ഇക്കാര്യം നിൽക്കുക. ഇനി സ്റ്റേറ്റിന് അങ്ങനെ ഉണ്ടെങ്കിൽ സ്റ്റേറ്റിന് എന്ത് ചെയ്യാം, സ്റ്റേറ്റിന് ഇൻവെസ്റ്റ് ചെയ്താണെങ്കിൽ അങ്ങനെ ഒരു കോമൺ ആവാം. പ്രോപ്പർട്ടി എന്താവാം, പ്രൈവറ്റും ആവാം കോമൺ ആവാം. ഒരിക്കലും എന്ത് ചെയ്യരുത്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ആരും ഇടപെടരുത് എന്നുള്ളൂ, സ്റ്റേറ്റ് ഇടപെടരുത് എന്നുള്ളൂ. ഓക്കെ. ദ സെൽഫ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ഈസ് ക്രിയേറ്റഡ് ബൈ ദ റിലേറ്റഡ് ലാബർ എന്നുള്ളത് നമ്മളിപ്പോൾ ഈ പറഞ്ഞു തന്നെ. ഓക്കെ. ഗവൺമെന്റ് ആൾസോ പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ഓർ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. നാച്ചുറൽ റൈറ്റ് ആണ് പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ത്, ഓരോ വ്യക്തിന്റെയും പ്രോപ്പർട്ടി സംരക്ഷിക്കുക എന്നുള്ളത്. ഓക്കെ. ഇതാണ് തിയറി ഓഫ് പ്രോപ്പർട്ടി എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യണത്, ഹോബ്സ് ലോക്കിന്റെ വരുന്നത്. അപ്പം ഇനി ലോക്കിന്റെ ഫേമസ് കോട്ടാണ്, ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ മതി, പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്മൾ ഓരോന്ന് വായിക്കണ്ട. കാരണം ഈ പറഞ്ഞ തിയറീസ് ഒക്കെ തന്നെ ഇക്കാരം ഇവരെ കോട്ടായിട്ട് വന്നിട്ടുണ്ടാവുക. അത് പിന്നെ ഓരോ വേർഡ്സ് മാറ്റിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇക്കാരം ഇവരെ കോഡ്സ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ കോഡ്സ് എന്തായാലും നോക്കണം. കാരണം കോഡ്സ് ഒന്നോ രണ്ടോ എന്നല്ല, 3-4 കോഡ്സ് ഒക്കെ വരലുണ്ട്. ഒരു തിങ്കറിന്റെ ആയിട്ടൊന്നല്ല, എല്ലാ തിങ്കേഴ്സിന്റെ ഒക്കെ കൂടിയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അത് അതിന് ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണം. പിന്നെ അപ്പൊ ഇത്രയാണ് വന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ, ക്ലിയർ ആവാത്തുണ്ടോ? ഇതുവരെ പറഞ്ഞ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ പറഞ്ഞ്? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആവണമെന്ന് പറയാം, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം നമുക്ക് അറിയില്ലല്ലോ. ക്ലിയർ ആണ്. ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റിൽ ചോദിച്ചാലും മതി. ഓക്കെ. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കണേ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ ലോക്സ് പൊളിറ്റിക്കൽ ഫിലോസഫി എന്നുള്ളത്. ഫസ്റ്റ് വന്നത്, ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ വാസ് വൺ ഓഫ് ദ പീസ് ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ്, ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് പ്രിയർ ടു സൊസൈറ്റി. The first essay of the two treaties of government was devoted to the refutation of the Filmer. The final source of the state is the right to self-defense of the human being. ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ വരിക? എല്ലാവരും ആൻസർ ചെയ്യട്ടോ. തെറ്റോ ശരിയോ നോക്കണ്ട. നിങ്ങൾക്ക് ഏതാണോ ശരിയെന്ന് തോന്നുന്നത് നിങ്ങളെ ശരി നിങ്ങളെ ചെയ്യാം. സി എന്ന് പറയുന്നവരുണ്ട്. എല്ലാവരും ഒന്ന് ചാറ്റിൽ പറയാം, തെറ്റ് നോക്കണ്ട. സി ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അല്ല, ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ് കേട്ടോ, സി അല്ല. നമ്മൾ പറഞ്ഞാണല്ലോ ഓൾറെഡി, എന്ത് ഫസ്റ്റ് എസ് അല്ലെങ്കിൽ ഫസ്റ്റ് ട്രീറ്റി എന്നുള്ളത് എന്താണ്, ഫിലിമറിന്റെ ക്രിട്ടിക് ആണ്. പാട്രിയാർക്ക എന്നുള്ള കോൺസെപ്റ്റിനെ ക്രിട്ടിക് ചെയ്തിട്ടുള്ളതാണ് എന്ത്, ടു ട്രീറ്റീസ് ഓഫ് ഫസ്റ്റ് ട്രീറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞാണ്. അതാണ് സി എന്നുള്ളത് പറഞ്ഞത്. പക്ഷെ അതല്ല, അത് കറക്റ്റ് ആൻസർ തന്നെ, ലോക്കിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് തന്നെയാണ്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് നേച്ചർ വാസ് വൺ ഓഫ് ദ പീസ് ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ് ഉള്ളത് നമ്മൾ പറഞ്ഞത് റീസന്റെ ബേസിലായതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നുള്ളത് എന്താണ്, പീസ് ആൻഡ് മ്യൂച്വൽ അസിസ്റ്റന്റ് ആണെന്നുള്ളത്. ആ ലോക്കിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആണ്. അപ്പം അതല്ല ആൻസർ. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് പ്രിയർ ടു ദ സൊസൈറ്റി. സൊസൈറ്റിന്റെ മുമ്പ് തന്നെ എന്തുണ്ട്, റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആര് പറയുന്നത്, ലോക്ക് പറയുന്നത്, ലോക്കിനെ സംബന്ധിച്ചിടത്തോളം. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞപ്പോ എന്ത്, ഫസ്റ്റത്തെ ട്രീറ്റീസിൽ എന്താണ്, ഫിലിമറിന്റെ പാട്രിയാർക്ക എന്നുള്ള കോൺസെപ്റ്റിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിട്ടിക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ ഫൈനൽ സോഴ്സ് ഓഫ് സ്റ്റേറ്റ് ഈസ് ദ റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ് ഓഫ് ദ ഹ്യൂമൻ ബീങ് എന്നുള്ളത്. ഒരിക്കലും സ്റ്റേറ്റ് എന്നുള്ളതിലേക്ക് ഇവരെത്തിയത് സെൽഫ് ഡിഫെൻസ് ഓഫ് ദ ഹ്യൂമൻ ബീങ് മാത്രമല്ല. ഇവർ സ്റ്റേറ്റ് രൂപപ്പെടുത്താനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ഹ്യൂമൻ ബീങ്ങിന്റെ സെൽഫ് ഡിഫെൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സെൽഫ് പ്രിസർവേഷൻ ഓഫ് ഹ്യൂമൻ ബീങ് എന്നുള്ള, അഥവാ ഹ്യൂമന്റെ ലൈഫ് പ്രിസർവ് ചെയ്യാന്നുള്ളത് മാത്രം കൊണ്ടല്ലല്ലോ. ലിബർട്ടി ഉണ്ട്, അതേപോലെ തന്നെ പ്രോപ്പർട്ടി ഉണ്ട്. ഇതിന്റെ ഒക്കെ സെൽഫ് പ്രിസർവേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, ഇവർ സ്റ്റേറ്റ് അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി എന്നുള്ളതിലേക്ക് എത്തുന്നത്. അപ്പം ഈ ഫൈനൽ സോഴ്സ് ഓഫ് സ്റ്റേറ്റ് ഈസ് ദ റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ് ഓഫ് ഹ്യൂമൻ ബീങ് എന്നുള്ളത് ഹോബ്സിനെ സംബന്ധിച്ചിടത്തോളം, ഹോബ്സ് ആണ് എന്ത് ചെയ്തത്, സെൽഫ് പ്രിസർവേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തത്, ഈ കോൺട്രാക്ട് രൂപപ്പെടുത്തിയത്. ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്തല്ല, ഫൈനൽ സോഴ്സ് വെറും സെൽഫ് ഡിഫെൻസ് ഓഫ് ഹ്യൂമൻ ബീങ് മാത്രമല്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ പറഞ്ഞേ? ക്ലിയർ അല്ല ആൻസർ പറഞ്ഞത്? കാരണം അത് സി എന്ന ഓപ്ഷൻ പറഞ്ഞവരുണ്ട്. പ്രഫുൽ ക്ലിയർ ആണോ?
ക്ലിയർ ആയി എന്ന് വിചാരിക്കണേ, ആരും ഒന്ന് കമന്റ് ചെയ്യണില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് എസ്റ്റേറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആണെന്ന്. ആ, ഇതില് ആൻസർ ഏതാണ്? ലൈഫ്, ലിബർട്ടി, എസ്റ്റേറ്റ് എന്നുള്ള ആ ഇത് കൊടുന്ന ആരെ സംബന്ധിച്ചിടത്തോളമാണ്? റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് എസ്റ്റേറ്റ് അസോസിയേറ്റ് വിത്ത് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? സി, അതന്നെ കറക്റ്റ് ആൻസർ എന്താണ്? ജോൺ ലോക്ക് എന്നുള്ളതാണ്. ഇനി എസ്റ്റേറ്റ് എന്നുള്ള പ്രോപ്പർട്ടി എന്നുള്ളതിന് എസ്റ്റേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യലുണ്ട്. നിങ്ങളെ CUT-ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ജോൺ ലോക്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോൺ ലോക്സ് 2 treatises ഓൺ സിവിൽ ഗവൺമെന്റ് ഈസ് ക്രിട്ടിക് ഓഫ് എന്നുള്ളത് ഇതേതാണ്? ബി ആൻസർ എന്താണ്? ഫിലിമർ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഹു ഈസ് ഓഥർ ഓഫ് ദ എസ്സേ കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളത്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ഇതിന്റെ ആൻസർ എന്താണ്? ജോൺ ലോക്ക് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോവിംഗ് ആർ നോട്ട് സപ്പോർട്ടർ ഓഫ് ദ പോസിറ്റീവ് ലിബർട്ടി. പോസിറ്റീവ് ലിബർട്ടിന്റെ സപ്പോർട്ടേഴ്സ് അല്ലാത്തത് ആരൊക്കെയാണ് എന്നുള്ളത്. ഇതിന്റെ ആൻസർ ഏതാ? ഡി ആണെന്ന് പറഞ്ഞവരുണ്ട്. വേറെ ആർക്കെങ്കിലും ഇനിയോ അതർ ഓപ്ഷൻ? വേറെ ആർക്കെങ്കിലും ഇതില് അഥവാ പോസിറ്റീവ് ലിബർട്ടിന്റെ സപ്പോർട്ടർ അല്ല എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ലിബർട്ടിന്റെ സപ്പോർട്ടേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. ആരെങ്കിലും ആൻസർ ചെയ്യോ? വേറെ ആർക്കെങ്കിലും ഓപ്ഷൻ ഇല്ലേ? സി ആണെന്ന് പറഞ്ഞവരുണ്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? സി ആണ്. ഡി ആണെന്ന് പറയുമ്പോൾ സിയും ഡി ആയിക്കാരും വരിക. സി എന്നുള്ളത് ഹെറോൾഡ് ലാസ്കി എന്നുള്ളതാണ്. ഹെറോൾഡ് ലാസ്കി പോസിറ്റീവ് ലിബർട്ടിന്റെ തിങ്കർ ആണ്. അതേപോലെ തന്നെ TH ഗ്രീൻ എന്നുള്ളതും പോസിറ്റീവ് തിങ്കർ ആണ്. ജോൺ ലോക്കും അതേപോലെ തന്നെ ജെർമി ബന്താമാണ് എന്ത് നെഗറ്റീവ് ലിബർട്ടിന്റെ തിങ്കേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതൊക്കെ ക്ലിയർ തന്നെയല്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം സെഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.